ഹായ് ഗുഡ് ഈവനിങ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും കൊതി തോന്നുന്ന അതുപോലെ തന്നെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന നമ്മുടെ കുട്ടി പരിപ്പ് വടയും നല്ലൊരു ബ്ലാക്ക് കോഫിയുമാണ്. അപ്പോൾ എല്ലാവരും ഇന്ന് വൈകിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല, നാളെ വൈകിട്ട് ചായക്ക് അല്ലെങ്കിൽ കാപ്പിക്ക് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കി കഴിക്കൂ. ഈ ഒരു പരിപ്പ് വടയ്ക്ക് കുറച്ച് പ്രത്യേകതകളൊക്കെ ഉണ്ട്. നമ്മൾ സാധാരണ പരിപ്പ് വടയിൽ ചേർക്കാത്ത ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ചേർത്തിട്ടാണ് ഈ ഒരു പരിപ്പ് വട ഉണ്ടാക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാക്കിക്കോളൂ. നമുക്ക് എങ്ങനെയാണ് നമ്മുടെ കുട്ടി പരിപ്പ് വട തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ 3/4 കപ്പ് പരിപ്പ് ഒരു 3 മണിക്കൂർ സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് വേണ്ട അളവുകളാണ് കേട്ടോ പറയുന്നത്. നമ്മുടെ കയ്യിൽ ഇങ്ങനെ എടുക്കുമ്പോൾ ഒരു പിടി ഉള്ളി എടുത്തിട്ടുണ്ട്. ഒരു പിടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൈ നിറയെ വേണ്ട, ഇതുപോലെ എടുക്കുമ്പോൾ ഒരു പിടി മതി. പിന്നെ ഒരു സവോളയുടെ ഒരു മീഡിയം വലിപ്പമുള്ള സവോളയുടെ പകുതി മതി കേട്ടോ, മുഴുവൻ വേണ്ട. ചെറിയൊരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ എരിവനുസരിച്ച് പച്ചമുളക് എടുക്കാം. ഞാനിപ്പോൾ 4 വലിയ പച്ചമുളകാണ് എടുത്തുള്ളത്. ചെറിയ പച്ചമുളക് ആയതുകൊണ്ട് ഒരു പച്ചമുളകും കൂടി കൂടുതൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില വേണം. പിന്നെ നമുക്ക് വേണ്ട കാര്യങ്ങൾ നമുക്ക് ബാക്കി ചേർക്കുമ്പോൾ പറയാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ പരിപ്പൊന്ന് അരച്ചെടുക്കാം. പരിപ്പ് അരയ്ക്കുമ്പോൾ ഇതിൻ്റെ കൂടെ ചേർത്ത് അരയ്ക്കുന്നതാണ്. നമ്മൾ ഇഞ്ചി, പച്ചമുളക്, ഉള്ളിയൊക്കെ സാധാരണ നമ്മൾ മുറിച്ചാണ് ചേർക്കാറുള്ളത്. ഇത് അരച്ചാണ് ചേർക്കുന്നത്. അപ്പോൾ മിക്സിയുടെ ചെറിയ ജാർ എടുക്കുക. വലിയ ജാർ എടുത്തിട്ടുണ്ടെങ്കിൽ അരഞ്ഞു കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി, അതുപോലെ തന്നെ പച്ചമുളക് ഞാൻ കൂടുതൽ ചേർക്കുന്നത് കുറച്ച് എരിവുള്ള പരിപ്പുവട ആവശ്യമായതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഇത്ര എരിവുള്ള പരിപ്പുവട വേണ്ടാന്നുണ്ടെങ്കിൽ എരിവ് കുറഞ്ഞ രീതിയിൽ പച്ചമുളകിൻ്റെ എണ്ണം കുറയ്ക്കുക. പിന്നെ നമ്മുടെ പരിപ്പ് വെള്ളം മാറ്റിയെടുക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരിപ്പിൽ വെള്ളം കൂടുതലാണെന്നുണ്ടെങ്കിൽ പരിപ്പുവടയിൽ വെള്ളം കൂടിയിട്ട് നമുക്ക് ഷേപ്പാക്കി എടുക്കാൻ ബുദ്ധിമുട്ട് വരും. നമ്മളിതിലേക്ക് വേറെ പൊടികളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, പരിപ്പ് തന്നെ ഷേപ്പാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പരിപ്പ് ചേർത്തിട്ടുണ്ട്. ഇത്രയും പരിപ്പ് ഇപ്പോൾ ചേർക്കുന്നുള്ളൂ. ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് അരച്ചെടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ കറിവേപ്പില, 2 തണ്ട് കറിവേപ്പില ഞാൻ എടുത്തിട്ടുണ്ട്. അതിൽ ഒരു തണ്ട് അരച്ചെടുക്കാനാണ്. ഇപ്പോൾ പകുതി ചേർത്തിട്ടുണ്ട്. അടുത്ത ബാച്ച് ചേർക്കുമ്പോൾ അടുത്ത പകുതിയും കൂടി ചേർത്തിട്ട് അരച്ചെടുക്കും. അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിയും കൂടി ചേർക്കുന്നുണ്ട്. ഉള്ളിയും നന്നായിട്ടൊന്ന് അരഞ്ഞു കിട്ടണം. അപ്പോൾ ഇത്രയും ചേർത്താണ് ഞാൻ അരച്ചെടുക്കാൻ പോകുന്നത്. ഇത് അരച്ചെടുത്തിട്ട് വരട്ടെ. ഇപ്പോൾ ഞാൻ പരിപ്പ് ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. കറിവേപ്പിലയും ഉള്ളിയൊക്കെ ഒന്ന് ചതഞ്ഞു വന്നിട്ടേ ഉള്ളൂ, ഒരുപാട് അരഞ്ഞു പോയിട്ടില്ല. പരിപ്പ് ആവശ്യത്തിന് അരഞ്ഞും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ബാക്കിയുള്ള പരിപ്പും അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ പരിപ്പെല്ലാം നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സവോള നമ്മൾ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഒന്ന് കുറുകെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഓപ്ഷണലാണ് കേട്ടോ. സവോള ചേർക്കാം, ഇല്ലെങ്കിൽ ഉള്ളി മാത്രം ചേർത്താലും മതി. രണ്ടും ചേർക്കുകയാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ സവോളയും ഉള്ളിയും ചേർത്തത്. പിന്നെ നമ്മൾ ബാക്കി വെച്ചിരുന്ന കറിവേപ്പില ഉണ്ടല്ലോ, 2 തണ്ട് കറിവേപ്പിലയാണ് എടുത്തത്. അതിൽ ബാക്കി ഇരിക്കുന്ന കറിവേപ്പില ഒന്ന് കൈ കൊണ്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ട് ചേർക്കുക. അതുപോലെ തന്നെ പിന്നീട് ആവശ്യമുള്ളത് നമ്മുടെ പെരിഞ്ജീരകം ചേർക്കുമ്പോൾ പരിപ്പുവടയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർക്കുന്നത് കായപ്പൊടിയാണ്. ഞാനൊരു 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർക്കുന്നുണ്ട്. ലാസ്റ്റാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത്. ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടാക്കാൻ വെച്ചിട്ട് നമ്മൾ ഉപ്പ് ചേർത്ത് കുഴച്ചെടുക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പരിപ്പിൽ നിന്നും സവോളയിൽ നിന്നും എല്ലാം വെള്ളം ഇറങ്ങി വരും. സവോളയിൽ നിന്ന് മെയിനായിട്ട് വെള്ളം ഇറങ്ങി വരുന്നത് കൊണ്ടാണ് നമ്മൾ ഉപ്പ് ലാസ്റ്റ് ചേർക്കുക എന്ന് പറയുന്നത്. ഉപ്പ് ചേർത്ത് കുഴച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ പരിപ്പുവട ഉണ്ടാക്കുക കേട്ടോ. അല്ലെങ്കിൽ സവോളയിൽ നിന്ന് വെള്ളം ഇറങ്ങി വന്നിട്ട് നമ്മുടെ പരിപ്പിൻ്റെ ആ ഒരു വടയുടെ കൺസിസ്റ്റൻസി മാറിപ്പോവും. അതുകൊണ്ട് പരിപ്പുവട കുഴച്ച് ഉടനെ തന്നെ പരിപ്പുവട ആക്കിയെടുക്കുക. ഇതൊന്ന് കുഴച്ചിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുക, ഉപ്പ് കറക്റ്റാണോ. ഉപ്പ് ഒരു പൊടിക്ക് മുന്നിലായിരിക്കണം, എന്നാലേ നമ്മുടെ പരിപ്പുവട കുക്കായി വരുമ്പോൾ കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ ഞാനിത് കുഴച്ച് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അപ്പോൾ നമ്മുടെ പരിപ്പുവടയ്ക്ക് കുഴച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ എണ്ണയും ചൂടായി വന്നിട്ടുണ്ട്. ചെറിയ ബർണറിലാണ് ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുള്ളത്, ഹൈ ഫ്ലെയിമിൽ തന്നെ. ഇനി നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് ഇതുപോലെ കണ്ടോ, ചെറിയ ബോളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതുപോലെ ചെറിയ ബോൾ എടുത്തിട്ട് ഒന്ന് കയ്യിൽ വെച്ച് പ്രസ് ചെയ്തെടുക്കുക. ഇത് കണ്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ എടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇത്രയും കുട്ടിയാക്കണം എന്നുണ്ടെങ്കിൽ കുട്ടിയാക്കാം, വലുതാക്കണം എന്നുണ്ടെങ്കിൽ വലുതാക്കാം. എളുപ്പത്തിൽ തീരണം എന്നുണ്ടെങ്കിൽ വലുതാക്കി എടുക്കാം. കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ ചെറുതാക്കി തന്നെ എടുക്കാം. കണ്ടോ, ഇതുപോലെ ചെറിയ പരിപ്പോടെ ആക്കി എടുത്തിട്ട് കുറച്ച് തിക്നെസ് വേണം, ഒരുപാട് ഫ്ലാറ്റായിട്ട് എടുക്കരുത്. ഇതുപോലെ എണ്ണയിലേക്ക് ഇട്ട് ഒന്ന്
പൊരിച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപ്പുവടയുടെ പരിപാടി. പരിപ്പുവടയുടെ മിക്സിങ്ങിലാണ് കാര്യം ഇരിക്കുന്നത്. വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുക എന്നുള്ളതും ശ്രദ്ധിക്കുക. മിക്സിയുടെ ചെറിയ ജാറിൽ അരയ്ക്കുകയാണെങ്കിൽ നമുക്ക് വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാം. അതുപോലെ തന്നെ ഈ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് കറക്റ്റായിട്ട് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പുവട ആയി കിട്ടും. ഫ്ലെയിം കൂട്ടി വയ്ക്കാതിരിക്കുകയും ചെയ്യുക. വലിയ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പരിപ്പുവട കരിഞ്ഞു പോകും. അപ്പോൾ ഞാനിതൊക്കെ ഇട്ടിട്ട് ഇനി അടുത്ത സൈഡിലേക്ക് തിരിച്ചിടാറാവുമ്പോൾ പറയാം. ഇത് ഓരോന്നായിട്ട് ഇട്ട് വരുമ്പോൾ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഞാനൊന്ന് ഇട്ട് അടുത്ത സൈഡിലേക്ക് തിരിച്ചിടാറാവുന്ന സമയത്ത് പറയാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് പരിപ്പുവട ഇട്ടിട്ട് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആദ്യം ഇട്ടതൊക്കെ ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടോ, ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. തിരിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല, എണ്ണയിൽ ഡീപ്പായിട്ട് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടാമത് ഇട്ടതൊക്കെ തിരിച്ചിടണം കേട്ടോ. ആദ്യം ഇട്ടത് ഫ്രൈ ആയി കഴിഞ്ഞു, റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ളതൊക്കെ ഞാൻ തിരിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ രണ്ട് സൈഡും മൊഴിഞ്ഞു വരുമ്പോൾ നമ്മൾ എണ്ണയിൽ നിന്ന് കോരിയെടുക്കുക. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപ്പുവടയുടെ പരിപാടി. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി നിങ്ങൾ ഇതുപോലെ പരിപ്പുവട ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ, ഉള്ളിയൊക്കെ ചേർത്തരച്ച് പരിപ്പുവട ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്. ഉള്ളി കുറച്ച് നന്നാക്കി എടുക്കണം എന്നുള്ളൊരു കുഴപ്പം മാത്രമേ ഉള്ളൂ. അത് അത്ര വലിയ ബുദ്ധിമുട്ടായിട്ട് കാണണ്ട. നമ്മൾ വേറെ എന്തെങ്കിലും കറികൾ ഉണ്ടാക്കുമ്പോൾ ഉള്ളി നന്നാക്കി വയ്ക്കുക. അതിന് വേണ്ടിയിട്ട് എടുക്കുന്നതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഈ ഒരു പരിപ്പുവടയ്ക്കും കൂടി എടുക്കുക. എന്നിട്ട് ഉണ്ടാക്കി കഴിക്കുക. ഉണ്ടാക്കി കഴിച്ചിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. എന്തായാലും മഴക്കാലമൊക്കെയാണ് വരുന്നത്. മഴക്കാലത്ത് നല്ല ചൂട് പരിപ്പുവടയും കട്ടൻ ചായയും അല്ലെങ്കിൽ കട്ടൻ കാപ്പിയൊക്കെ കൂടെ കൂട്ടി കഴിച്ച് പരിപ്പുവട കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ വൈകിട്ട് 4 മണിക്ക് കൊടുക്കാനും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. പണ്ട് മുതലേ നമ്മുടെ വീടുകളിലൊക്കെ എപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുമല്ലോ. പിന്നെ ലൈക്ക് ചെയ്യാനും മറന്നു പോരുത്. അപ്പോൾ നമുക്കിനി പ്രസൻറ്റ് ചെയ്യുമ്പോൾ കാണാം. അപ്പോൾ നമ്മുടെ ചൂട് കുട്ടിപ്പരിപ്പുവടയും നല്ലൊരു അടിപൊളി ബ്ലാക്ക് കോഫിയും റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും മഴയത്തിരുന്ന് കഴിക്കാനുള്ള മഴ ആസ്വദിച്ചുകൊണ്ട് കഴിക്കാൻ നല്ല കൊതി തോന്നുന്നുണ്ടാവും എന്നറിയാം. ഉടനെ തന്നെ ഉണ്ടാക്കിക്കോളൂ. വൈകുന്നേരം ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. അപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടാക്കി കഴിക്കുക. ഉണ്ടാക്കി കഴിച്ചിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.